പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 14 പള്ളിക്കൂദാശ കാലം 2-ാം ചൊവ്വ. ഇന്നത്തെ വായനകൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 53 വരെയും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 5 വരെയും. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. ഒരു മഹാരഹസ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് തമ്പുരാൻ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ നടത്തുന്നത്. 2-ാം വായനയായ ലേഖന ഭാഗത്ത് ഈ ദൈവിക രഹസ്യത്തിന്റെ കാര്യസ്ഥരാകാനുള്ള നമ്മുടെ വിളിയെപ്പറ്റിയും പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ എന്നതുപോലെ ഇന്നും ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സജീവ സാന്നിധ്യത്തെ പറ്റി സംശയിക്കുന്നവരും തിരുസാന്നിധ്യം തള്ളിപ്പറയുന്നവരുണ്ട്. അതോടൊപ്പം ഈ അടുത്ത കാലത്ത് വിശുദ്ധ ബലിയിലെ തിരുസാന്നിധ്യത്തെ തള്ളിപ്പറഞ്ഞിരുന്നവർ ഇന്ന് പരസ്യമായി തിരുസാന്നിധ്യം ഏറ്റുപറയുന്നവരായി മാറുന്ന കാഴ്ചയും ഉണ്ട്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അപ്പസ്തോലന്മാരുടെ ദൈവരാജ്യ പ്രഘോഷണത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി സ്ഥിരീകരിച്ച തമ്പുരാൻ ഇന്നും ദിവ്യകാരുണ്യത്തിലെ തന്റെ സാന്നിധ്യത്തെ നിരവധി അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും സ്ഥിരീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുദിനം അവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളായി തിരുപാധേയമായി യാത്രാഭക്ഷണമായി അവന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നമുക്ക് ലേഖന ഭാഗത്ത് വിശുദ്ധ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ക്രിസ്തുവിന്റെ ദാസന്മാരും ഈ ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായിട്ട് നമ്മെ തന്നെ പരിഗണിച്ച് ക്രിസ്തുവിന് സമർപ്പിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തരത്തിലുള്ള അല്പവിശ്വാസത്തിൽ നിന്ന് അബദ്ധ പഠനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള കൃപയ്ക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധ കുർബാനയിലുള്ള സജീവ യേശു സാന്നിധ്യത്തെ ഏറ്റുപറയുന്ന ഒരു സാക്ഷി ജീവിതം തമ്പുരാന്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ സജീവവും വിശുദ്ധവും പ്രീതികരവുമായി ബലിയായി സമർപ്പിക്കാനുള്ള അനുഗ്രഹം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.